മേവി സ്പിക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് 60 ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനുകളും വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്നവരെല്ലാം ഈ വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രമിക്കുക. സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷങ്ങൾ ഏപ്രിൽ 21 മുതൽ മെയ് 30 വരെ നടത്തുകയാണ്. വിവിധ പരിപാടികൾക്കൊപ്പം ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണത്തിലേക്കും സർക്കാർ നടപടികൾ തുടങ്ങിയതായി ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്ന വിവരങ്ങൾ. വിശദ വിവരങ്ങളിലേക്ക് കടക്കും മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയേറ്റതിനെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണത്തിന് വലിയ തോതിലുള്ള പരിഗണന നൽകാൻ തീരുമാനിച്ചത്. ഒന്നാമതായി എല്ലാ മാസവും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ വിതരണം നടത്തണം എന്നുള്ളതായിരുന്നു സർക്കാർ തീരുമാനം. കഴിഞ്ഞൊരു വർഷമായി എല്ലാ മാസവും മുടങ്ങാതെ സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം നടത്തുകയും ചെയ്തു. കഴിഞ്ഞ 2024 മാർച്ച് മാസം മുതൽ 2025 ഏപ്രിൽ മാസം വരെ 13 മാസത്തിലും പെൻഷൻ വിതരണം സംസ്ഥാനത്ത് നടന്നു എന്നുള്ളത് 60 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വലിയ ആശ്വാസമാണ് ലഭിച്ചത്. നിലവിൽ വിഷുവിന് മുന്നോടിയായുള്ള ഏപ്രിൽ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണമാണ് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏപ്രിൽ 10 വൈകിട്ടാണ് വിതരണം ആരംഭിച്ചത്. പ്രധാനമായും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ലഭിക്കുന്നവർക്ക് മാത്രമായിരുന്നു വിഷുവിന് മുമ്പ് തുക ലഭിച്ചത്. വിഷു, പൊസഹവ്യായം, ദുഃഖവെള്ളി എന്നീ അവധി ദിനങ്ങൾ വന്നതിനാൽ ഇപ്പോഴും മുഴുവൻ പേർക്കും ഏപ്രിൽ പെൻഷൻ ലഭിച്ചു കഴിഞ്ഞിട്ടില്ല. ഈസ്റ്റർ ദിനം കഴിഞ്ഞുള്ള ദിവസങ്ങളിലും സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ഉണ്ടാകുന്നതാണ്. അടുത്തയാഴ്ചയിലാണ് ഏപ്രിൽ മാസ പെൻഷൻ വിതരണം പൂർത്തിയാവുക. പെൻഷനിൽ കേന്ദ്രവിഹിതമായ 200, 300, 500 തുകകളുള്ളവർക്കും അടുത്തയാഴ്ചയിൽ തുക എത്തിച്ചേരും. നേരത്തെ വിഷു, ഈസ്റ്റർ വിശേഷ ദിവസങ്ങൾ പ്രമാണിച്ച് 2 മാസത്തിലെ ക്ഷേമ പെൻഷൻ തുകയായ 3200 രൂപ നൽകാൻ സർക്കാർ തലത്തിൽ ആലോചനയുണ്ടായതാണ്. എന്നാൽ ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്ന ഈ സാമ്പത്തിക വർഷത്തിൽ കടമെടുക്കാവുന്ന കടമെടുപ്പ് പരിധിയെ സംബന്ധിച്ച് കേന്ദ്രത്തിന്റെ അനുമതി എത്തുവാൻ വൈകിയതിനെ തുടർന്നാണ് ഒരു ഗഡു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണത്തിലേക്ക് മാറിയത്. ഈ സാമ്പത്തിക വർഷം 40,000 കോടി രൂപ കടമെടുക്കുവാൻ കേന്ദ്ര അനുമതി ലഭിച്ചിട്ടുണ്ട്. അതിനാൽ വരുമാസങ്ങളിൽ കടമെടുപ്പിന് തടസ്സമുണ്ടാവുകയില്ല. ഇനി 3 മാസത്തിലെ പെൻഷൻ കുടിശ്ശിക തുകയായ 4800 രൂപയാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുവാനുള്ളത്. നേരത്തെ 5 മാസത്തിലെ പെൻഷൻ കുടിശ്ശികയുണ്ടായിരുന്ന സമയത്ത് 2 ഗഡു കുടിശ്ശിക സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാർച്ച് മാസവും ശേഷിക്കുന്ന 3 മാസത്തിലെ കുടിശ്ശിക തുകയും പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മാസം മുതൽക്കുള്ള മാസങ്ങളിലും വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. 3 ഗഡു തുകയും ഒരുമിച്ചായിരിക്കുകയില്ല. മുൻകാലങ്ങളിലെ പോലെ പെൻഷൻ നൽകുന്ന മാസത്തിലെ തുകയ്ക്കൊപ്പം 1 ഗഡു കുടിശ്ശിക പെൻഷൻ കൂടി ചേർത്ത് 3200 രൂപ വീതം തന്നെയായിരിക്കും വിതരണം ഉണ്ടാവുക. സർക്കാരിന്റെ 4ാം വർഷാഘോഷത്തിന്റെ ഉദ്ഘാടനം ഏപ്രിൽ 20 മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർഗോഡ് നിർവഹിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റു ജില്ലകളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗങ്ങളുണ്ടാകും. മെയ് 30 4ാം വർഷാഘോഷത്തിന്റെ സമാപനം. 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി 1 ഗഡു കുടിശ്ശിക പെൻഷൻ വിതരണത്തിനുള്ള സാഹചര്യമാണ് ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ ഇനി ഒരു ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാവുകയില്ല. കാരണം 2 മാസത്തിലെ ക്ഷേമ പെൻഷൻ തുകയായ 3200 രൂപ ഒരുമിച്ച് വിതരണം ചെയ്യുമ്പോൾ സഹകരണ സംഘം ജീവനക്കാർ വഴി വീടുകളിൽ എത്തിക്കുന്നതിന് ഒരു പെൻഷൻ തുക എത്തിക്കുന്നതിനുള്ള ഇൻസെന്റീവ് മാത്രമേ നൽകാറുള്ളൂ. 24 ലക്ഷം പേർക്ക് വീടുകളിലേക്ക് വിതരണം ഉള്ളതിനാൽ സർക്കാരിന് വലിയൊരു തുക ഇൻസെന്റീവ് ഇനത്തിൽ ലഭിക്കുവാൻ കഴിയാറുണ്ട്. അതിനാൽ മെയ് മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പമാകും 1 ഗഡു കുടിശ്ശിക പെൻഷൻ സർക്കാർ വിതരണം ചെയ്യാൻ തീരുമാനിച്ചാൽ ലഭിക്കുക. ബാക്കിയുള്ള 2 ഗഡു കുടിശ്ശിക പെൻഷനിൽ 1 ഓണത്തിനും മറ്റേ ഗഡു പഞ്ചായത്ത് ഇലക്ഷനൊക്കെ മുമ്പായി ഒക്ടോബർ മാസത്തിലൊക്കെ ആയിരിക്കും ലഭിക്കുക. ഈ സാമ്പത്തിക വർഷത്തോടെ കുടിശ്ശിക പെൻഷൻ പൂർണ്ണമായും സർക്കാർ കൊടുത്തു തീർക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. പെൻഷൻ കുടിശ്ശികയൊന്നുമില്ലാതെ എല്ലാ മാസവും കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറുവാനാണ് ധനവകുപ്പ് നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയായാൽ അത് വലിയൊരു ആശ്വാസമായിരിക്കും. അത് പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായി പെൻഷൻ തുകയിൽ വർധന വരുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു.